ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ലോങ് വീഡിയോ ഇടണമല്ലോ, എനിക്ക് പനിയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വാടക വീടിൻ്റെ ലോങ് വീഡിയോ വേണം. അപ്പോൾ വാടക വീടിൻ്റെ ഹോം ടൂർ ഇടാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ നമുക്ക് പോകട്ടെ. ഇത് ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ. ഇത് ഇത്രയാണ് കേട്ടോ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയാലോ. വാ കയറിയോ. ഇതൊരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ നമുക്കിവിടെ പൂജാ റൂമിൻ്റെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് പൂജാ റൂം ഇല്ലാതെ പറ്റൂല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീഡിയോ ആണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഇവിടെ പൂജാ റൂം ആക്കി കേട്ടോ. ഇവിടെ ഞാനൊരു ടീപ്പോ ഇട്ടിട്ട് അവരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് വേണ്ടേ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് പൂജാ റൂമാണേ. പൂജാ റൂമല്ല, നമ്മളെ സിറ്റ് ഔട്ടിൽ ഞാനൊരു കൊച്ചു പൂജാ റൂം ഉണ്ടാക്കി കേട്ടോ. പൂജാ റൂമില്ല എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ ഇതാണ് നമ്മളെ ഹോള്. ഇതാണ് ഹാളാണ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് ടി വി വെച്ചിരിക്കുന്നത്. ടി വി ഇവിടെ ഇരിക്കുവാണ്. ഇതിന് വൈഫൈ ടി വി ഒക്കെ. പിന്നെ ഇതാണ് കുഞ്ഞ് നമ്മളൊരു ഡൈനിങ് ടേബിളാട്ടോ. പഴയ മോഡൽ ഡൈനിങ് ടേബിളാണ്. കാരണം നമ്മുടെ കയ്യിലിപ്പോൾ ഇതാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ എന്താ ഈ കളറെന്ന് വെച്ചാൽ, പിന്നെ മോളൊന്ന് പെയിന്റ് ചെയ്ത് പഠിച്ചതാട്ടോ എൻ്റെ കുഞ്ഞാറ്റപ്പെണ്ണ്. അതായത് വൃത്തിയില്ല കിടക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് ഞാൻ കഴുകിയിട്ടാക്കുക, കഴുകാൻ വേണ്ടി മുത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ഇടാത്തത്. ഇതാണ് ഹോള് മൊത്തത്തിൽ ഇരിക്കുന്നത്. ഹോളിൽ ഇതേണ്ട ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടിൻ്റെ ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഷ് പീസ്. പിന്നെ ഇതൊരു കുഞ്ഞു ബാത്റൂമാണ് കേട്ടോ. ബാത്റൂം ഞാൻ തുറന്നു കാണിക്കുന്നത് ഒരു ചെറിയ ബാത്റൂമാണ്. വലിയ എന്താ പറയുക, ഷവറോ അങ്ങനത്തെ വലിയ സൗകര്യങ്ങളിൽ പൈപ്പുള്ള കുഞ്ഞു ബാത്റൂം. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഹോൾ എഴുതി നോക്കാം. ഒരു റൂമാണ് കേട്ടോ. ഈ റൂമിൽ നമ്മളൊരു കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് കഴുകാനുള്ള തുണി ഞാൻ അടുക്കി പറക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഈ കഴുകാനുള്ള തുണികളാണെങ്കിലും ഞാൻ അങ്ങനെ ഒതുക്കിയൊക്കെ വെക്കുന്ന ഒരു സ്വഭാവ രീതിയുണ്ട്. പിന്നെ ഞങ്ങളൊരു അലമാരി. ഈ അലമാരി ഇവിടെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നല്ല ഡ്രസ്സുകളൊക്കെ വെക്കാനും. പിന്നെ ഇത് വേറെ അലമാരി. ഞങ്ങൾക്ക് ഈ 2 അലമാരി ആട്ടോ ഉള്ളത്. ഇതിനകത്തും കുറച്ച് ഡ്രസ്സുകളുണ്ട്. പിന്നെ ഇവിടെ മോൻ്റെയും മോളെയും വീട്ടിലിടുന്ന ഇവിടെ മോളത് ഇവിടെ മോൻ്റെതായിട്ട് അടുക്കി വെച്ചിരിക്കുക. പിന്നെ ഇത് കുറച്ച് അല്ലറ ചില്ലറ പൊട്ട്, ക്ലിപ്പ്, ഇതൊക്കെ എൻ്റെ കുഞ്ഞാറ്റപ്പൻ്റെ ഒരുക്ക് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി വരുന്ന ഹോള് കഴിഞ്ഞ് അടുത്ത കയറുന്ന ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം. വലിയൊരു എന്താ പറയുക, ഇത്രയൊക്കെ വൃത്തിയാക്കിയുള്ളൂ കേട്ടോ. വയ്യാത്തോണ്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ വയ്യാത്തോണ്ടാണ് വീട് ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ എൻ്റെ വീട്ടിലിടാനുള്ള എന്താ പറയുക ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ട്. മേലിൽ കുറച്ച് ബുക്കുകൾ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹെൽമെറ്റ്. പിന്നെ ഇത് എൻ്റെ ഒരുങ്ങുന്ന സാധനം. വലുതായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് പനിയാണ്, അതിൻ്റെ ഒരു ശ്വാസം മുട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇതാണ് കേട്ടോ ബെഡ്റൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ കിച്ചണിലോട്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചണിലോട്ട് വരട്ടെ. ഇവിടെ കേട്ടോ നമ്മളെ പൈപ്പ്, പിന്നെ പാത്രം കഴുകുന്ന പൈപ്പ്. ഇവിടെ വേണ്ട സ്റ്റാൻഡ്. പിന്നെ ഇതൊക്കെ കുറച്ച് കരിപ്പാത്രമായിട്ടിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് തീർന്നൊക്കെ എല്ലാവർക്കും അറിയാം. നാളെ കൊണ്ടുവരുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പാത്രം അടുപ്പിലൊക്കെ വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ എനിക്ക് വില എടുത്തിട്ട് കഴുകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ചതാട്ടോ. 2-3 ദിവസമായിട്ട് എനിക്ക് പനിയാണ്. പിന്നെ അവിടെ നിന്ന് നേരെ ഇവിടെ ഗ്യാസ് അടുപ്പ്. ഇവിടെ ടൈൽ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ ഇവിടെ ടൈലല്ല കേട്ടോ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുള്ളത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴേ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ഒട്ടിച്ച് സെറ്റ് ആക്കണം. പിന്നെ ഇതൊരു അടുപ്പാട്ടോ. ഈ അടുപ്പിലാണ് ഞങ്ങൾ ചോറൊക്കെ വെക്കുന്നത്. പിന്നെ ഇവിടെ കബോർഡൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലേക്കുള്ള പൊടിയും സാധനങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നേ. അത് ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ ഇത്രയും എന്താ പറയുക നമ്മളെ ഉഴുന്നും പരിപ്പും നമ്മളെ മുളക് പൊടി ഇതൊക്കെ ഇതാണ് കേട്ടോ. ചായപ്പൊടിയും ഇതുമൊക്കെ അവിടെ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ നേരെ വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യം. ഇങ്ങനെയാണ് കേട്ടോ ഈ ഫ്രിഡ്ജ്. എന്താ പറയുക ഫ്രിഡ്ജാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളെ മിക്സി, അരിപ്പാത്രങ്ങളൊക്കെ ആട്ടോ. ഇതൊക്കെ വലുതായിട്ട് ഒതുക്കിയിട്ടില്ല എന്നൊന്നും ആരും ഒന്നും തോന്നല് കിട്ടും. എനിക്ക് വയ്യാത്തോണ്ടാട്ടോ വീട് ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതിന് നേരെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ കുറച്ച് ചേട്ടൻ്റെ കുറച്ച് ജോലി സാധനങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ നമ്മൾ തൂക്കുന്ന ചൂല്, വേസ്റ്റ് കോരി സാധനങ്ങൾ, പിന്നെ വേണ്ട ഇവിടെ തുടയ്ക്കുന്ന സാധനം വാഷിംഗ് മെഷീൻ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. വെളിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ വീടിൻ്റെ ഹാള്. ഇനി നമുക്ക് മുറ്റം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കില്ലേ തൂക്കാതെ മാരാതെ ഇട്ടിരിക്കുന്ന അല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ വയ്യാത്തതുകൊണ്ടൊക്കെയാണേ. ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇതേണ്ട ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. ഇത്രയുമാണ് നമ്മൾ എന്താ പറയുക അടുക്കള വശം മുറ്റമാണ്. പിന്നെ ഇവിടെ നിന്ന് നേരെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് കാണിക്കുന്നത് ഇതാണ് നമ്മളെ വെളിയിലുള്ള കുളിറൂമ്. കിണർ കാണിക്കും. പിന്നെ ഇതേ ഇവിടെ നിന്ന് ഇത്തിരി അങ്ങ് മതിലിൻ്റെ അറ്റം വരെ അവരെ പറമ്പാണ്. നമ്മൾ വൃത്തിയാക്കിയൊക്കെ എടുക്കും. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ എല്ലാം അഴുക്കായി കിടക്കുക. നമ്മൾ വൃത്തിയാക്കി എടുത്തു കേട്ടോ. നമ്മളെ കൊണ്ട് ഒക്കെ നമുക്കൊക്കെ വൃത്തിയാക്കി, ഇനിയും വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് കറങ്ങി ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. വരും. അപ്പം എൻ്റെ കുഞ്ഞാറ്റമ്മോളാട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. എന്താ പറയുക, എനിക്ക് നല്ല ശ്വാസം മുട്ടുള്ളതുകൊണ്ട് വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണും കേട്ടോ. ഇനി വൈകിട്ട് ആവി പിടിക്കാൻ പോകണം, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞാറ്റേൻ്റെ വേഷിൻ്റെ കുഞ്ഞിലത്തെ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഞാൻ വെച്ചാക്കുന്നത്. പിന്നെ ഇത് കരടി കേട്ടോ. ഇവ എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നവനാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഞങ്ങളെ വീഡിയോ എന്താ പറയുക, ഞങ്ങളെ കുഞ്ഞൊരു ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരെല്ലാവരും കയറി ചാനൽ സബ് ചെയ്യുക. സബ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഒരു മണി പോലത്തെ അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അതിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും പരമാവധി ആൾക്കാർ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നമ്മളെ ചാനലൊന്ന് രക്ഷപ്പെടുത്തി തരണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താ പറയുക, ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വൃത്തിയുണ്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്താണെന്നൊക്കെ അത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ശരി, ബൈ, ടാറ്റാ.